തൊഴിലില്ലായ്മ 13% തൊഴിലില്ലായ്മയാണ് വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക അതിന് ഒരഭാവമാണ്. ബാക്കിയുള്ള യൂറോപ്പ് മുഴുവൻ എടുത്താൽ വലിയ തോതിലുള്ള തൊഴിലില്ലായ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുക. രൂക്ഷമായ തൊഴിലില്ലായ്മ. കോവിഡ് കൂടി വന്ന് രൂപപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിയിൽ അതിന് തൊട്ടുമുമ്പ് ഉണ്ടായ 2008 സാമ്പത്തിക പ്രതിസന്ധി മുതലാളിത്തം എന്നത് മാർക്സിസ്റ്റുകാർ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള എല്ലാ ദൗർബല്യങ്ങളുമുള്ള വ്യവസ്ഥയാണെന്ന് ബോധ്യപ്പെടുത്തിയത്. ദശലക്ഷക്കണക്കിന് മനുഷ്യന്റെ തൊഴിലും നിക്ഷേപവും നഷ്ടപ്പെട്ടു. വലിയ പ്രമാണി വർഗത്തിന്റെയും കോർപ്പറേറ്റുകളുടെയും കടം ഗവൺമെന്റുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ആ പ്രതിസന്ധിയിൽ നിന്ന് ലോക മുതലാളിത്തം രക്ഷപ്പെട്ട് കയറിയതെങ്കിൽ കോവിഡ് കൂടി വന്നതിന് ശേഷമുള്ള പ്രതിസന്ധി കാലത്ത് പ്രശ്നങ്ങളെല്ലാം രൂക്ഷമായിരിക്കുകയാണ്. വലിയ പ്രയാസങ്ങൾ വന്നു ചേർന്നു. സാമ്പത്തിക വളർച്ച അങ്ങ് മുരടിച്ചു. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, GDP വളർച്ചയുടെ കുറവ്, ഇതൊക്കെ അങ്ങ് ബാധിച്ചു. പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. പിടിച്ചു നിൽക്കാൻ തൊഴിലാളികളുടെ മേലെ ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലെ കണക്കെടുത്ത് നോക്കിയാൽ തൊഴിലാളികളുടെ വരുമാനം വർദ്ധിക്കുന്നില്ല. സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു കൊല്ലം 11 മാസം ജോലി ചെയ്തിട്ടല്ല ഇപ്പൊ കൂലി കിട്ടുന്നത്. ഇപ്പോഴത്തെ കൂലിക്ക് 12 മാസത്തെ ജോലിയില്ല, 13 മാസത്തെ ജോലിയാണ്. 13 മാസത്തെ, ഒരു മാസത്തെ അധിക ജോലി, അതിന് തുല്യമായ തുക തൊഴിലാളിക്ക് നഷ്ടപ്പെടുകയാണ്. 11% കൂലിയിൽ കുറവ് സംഭവിക്കുകയാണ്. കൂലി കൂടുതലല്ല. അപ്പൊ കൂലി വർദ്ധിക്കുന്നില്ല, ശമ്പളം വർദ്ധിക്കുന്നില്ല. ശമ്പളം വർദ്ധിക്കാതിരിക്കുക, പണപ്പെരുപ്പ നിരക്ക് വർദ്ധിക്കുകയും ചെയ്താൽ എങ്ങനെ തൊഴിലാളി നിൽക്കുക? ഇപ്പോൾ സമരം ചെയ്ത ബ്രിട്ടനിലെ നഴ്സുമാർക്ക് ഗവൺമെന്റ് 5% ശമ്പളം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അവർ കണക്കെടുത്ത് കാണിച്ചു കൊടുത്തു. കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഇടയിൽ പണപ്പെരുപ്പ നിരക്ക് 20%. അപ്പൊ നിങ്ങളിവിടെ 5% തന്നാൽ 15% നഷ്ടല്ലേ? നിൽക്കാൻ കഴിയോ? ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇത് സംഭവിക്കുകയാണ്. പണിയെടുക്കുന്നവന് നിലനിൽപ്പില്ല. അവന്റെ യഥാർത്ഥ വരുമാനം കുറയുന്നു. രൂക്ഷമായ തൊഴിലില്ലായ്മ ഉണ്ടാവുന്നു. ദാരിദ്ര്യം വർദ്ധിക്കുന്നു. സമ്പത്ത് മുഴുവൻ ഈ കോർപ്പറേറ്റ് മുതലാളിമാരുടെ കൈകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എളുപ്പവിദ്യകൾ ഭരണകൂടം നിർവഹിക്കുന്നു. മുതലാളിത്ത രാജ്യങ്ങളിൽ ഓരോന്ന് പുതിയ പുതിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. രൂഢമൂലമായ പ്രശ്നമാണിത്. വലിയ അസംതൃപ്തിയാണ് ലോകത്തിൽ നിൽക്കുന്നത്. കോവിഡ് കൂടി കഴിഞ്ഞ് സാമ്പത്തിക വളർച്ച വരാത്ത സാഹചര്യത്തിൽ മുതലാളിത്ത രാജ്യങ്ങളിൽ പ്രയാസങ്ങളുണ്ടോ? ഇപ്പൊ വിലക്കയറ്റം, വലിയ വിലക്കയറ്റം എല്ലാ മുതലാളിത്ത രാജ്യങ്ങളും അനുഭവിക്കുകയാണ്. ഭക്ഷ്യധാന്യ വിലക്കയറ്റം വീണ്ടും അനുഭവിക്കുകയാണ്. കൂടുതലായിട്ട് പ്രതിസന്ധികളാണ്. മുതലാളിത്ത സഹജമായി മാത്രമേ അതിൻ്റെ പൊതുകുഴപ്പങ്ങളിൽ നിന്നും പുറത്തേക്കുള്ള വഴി കണ്ടെത്താൻ കഴിയും. മാർക്സിസ്റ്റുകാർ എപ്പോഴും മുതലാളിത്തത്തെ കുറിച്ച് പറയുന്നതാണിത്. വ്യവസ്ഥ എന്ന നിലയിൽ മുതലാളിത്തം അതിന് അനന്തമായ കാലത്തേക്ക് തുടരാനാവില്ല. ആ വ്യവസ്ഥയുടെ പരിമിതികൾ അതിനെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കും. വലിയ തോതിലാണ് ഇന്ന് അനുഭവിക്കുന്നത്. അതിൽ നിന്ന് കരകയറാൻ ഇന്ന് സാമ്രാജ്യത്വം യുദ്ധങ്ങൾ ഉണ്ടാക്കുകയാണ്. യുദ്ധങ്ങൾ പിന്നീട് ഇറാഖിലെ 1-ാം യുദ്ധമുണ്ടായി. പിന്നെ ഇറാഖിലെ 2-ാം യുദ്ധമുണ്ടായി. ലീബിയയ്ക്ക് നേരെയുള്ള സാമ്രാജ്യത്തെ കടന്നാക്രമണം ഉണ്ടായി. അഫ്ഗാനിസ്ഥാന് നേരെയുള്ള സാമ്രാജ്യത്തെ കടന്നാക്രമണം ഉണ്ടായി. യുദ്ധങ്ങളില്ലാത്ത ഏതെങ്കിലും ചരിത്ര സന്ദർഭം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം നമുക്ക് കണ്ടെത്താൻ കഴിയോ? യുദ്ധങ്ങളാണ്. ഇപ്പോ നമ്മൾ ഈ സമ്മേളനങ്ങൾ നടക്കുന്ന ഈ കാലത്ത് 2 യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 62,000 ആളാണ് ആ ചെറിയ ഗസ
ഗസ ചിന്തയിൽ ചെറിയൊരു സ്ഥലത്ത് ഇപ്പൊ കൊല്ലപ്പെട്ടത്. വളരെ കുറച്ച് ജനസംഖ്യയുള്ള ഒരു പ്രദേശത്തേക്കുള്ള ഇസ്രായേലിന്റെ കടുത്ത കടന്നാക്രമണമാണ്. ബോംബ് വർഷിക്കുകയാണ്, ആളുകളെ കൊല്ലുകയാണ്. എന്താ അങ്ങനെ ചെയ്യാൻ ഇസ്രായേലിന് പറ്റുന്നത്? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇസ്രായേലിന് സാധിച്ചത്? അമേരിക്ക നൽകുന്ന പിന്തുണയുടെ ഭാഗമായിട്ടാണ്. ഇപ്പൊ തന്നെ ജയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യത്തെ അതിഥിയുടെ പേര് ബെഞ്ചമിൻ നെതന്യാഹു എന്നാണ്. ഈ യുദ്ധം നടത്തി ഇത്രയേറെ മനുഷ്യരെ കൊന്ന് ഈ ലോകത്തിന്റെ മുഴുവൻ പ്രതിഷേധത്തിന് ഇരയാക്കിയ എല്ലാ ജനാധിപത്യ ബോധമുള്ള മനുഷ്യന്റെയും മനസ്സിൽ പ്രതിനായക സ്ഥാനമുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെയാണ് ഹീറോ ആയി നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ആദ്യത്തെ അതിഥിയായി സ്വീകരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? അമേരിക്കൻ പിന്തുണയില്ലെങ്കിൽ ഈ നെതന്യാഹുവിനെ പിടിച്ചെടുക്കാൻ പറ്റില്ല. ഏറ്റവും അടുത്ത സുഹൃത്ത് അദ്ദേഹമാണ്. എന്താ യുദ്ധം? ലോകത്ത് എന്തിനാ ഇസ്രായേലിനോട് കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്? ലോകത്തിലെ ഊർജ സ്രോതസ്സുകളുടെ കേന്ദ്രമാണ്. ഫോസിൽ എനർജിയുടെ, നമ്മുടെ എണ്ണ ഊർജത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളാണ് ഇസ്രായേലിന് ചുറ്റുമുള്ള ഭൂപ്രദേശങ്ങൾ. അവിടുത്തെ അമേരിക്കൻ നിയന്ത്രണത്തിന് വേണ്ടിയാണ്, ആ പ്രദേശത്തിന്റെ നിയന്ത്രണത്തിന് വേണ്ടിയാണ്. ഇസ്രായേൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? സിറിയയിൽ പോകുമ്പോട്ടില്ലേ, ലിബിയയിൽ പോകുമ്പോട്ടില്ലേ, ഇപ്പുറത്ത് കൊണ്ടുപോയി നമ്മുടെ ലെബനോണിൽ വലിയ കടന്നാക്രമണം നടത്തില്ലേ, ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ഐക്യരാഷ്ട്രസഭ അതിനെല്ലാം ചുമതല നിർവഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. ഐക്യരാഷ്ട്രസഭയ്ക്ക് സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇത്തരം ഒരു വിഷയത്തിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല. പഴയ സ്ഥിതിയല്ല. മുതലാളിത്ത കുഴപ്പത്തിന്റെ ഭാഗമായി അമേരിക്ക നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പല സ്ഥാപനങ്ങളുടെയും സാങ്കത്യമേ പോയി. WTO എവിടെ? WTO, IMF, വേൾഡ് ബാങ്ക്, അമേരിക്ക നിയന്ത്രിച്ചുകൊണ്ടിരുന്ന പല സ്ഥാപനങ്ങളും പല ഘട്ടങ്ങളിൽ ലോക നിയന്ത്രണത്തിന് വിധേയമാക്കാൻ അവർക്ക് സഹായകരമായ ഘടകങ്ങളുടെ ഒക്കെ പ്രവർത്തനം പഴയതുപോലെ സാധിക്കുന്നില്ല. അത്യന്ത സങ്കീർണമായ അവസ്ഥയിൽ മുതലാളിത്തം ചെന്നത്. ഈ യുദ്ധത്തിന്റെ മറുഭാഗത്ത് ഉക്രൈൻ യുദ്ധം വന്നു. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം. നാറ്റോ നിലവിലുള്ള സ്ഥാനങ്ങളിൽ നിന്ന് കിഴക്കോട്ട് റഷ്യൻ അതിർത്തിയിലേക്ക് വരാൻ പാടില്ല എന്നത് സോവിയറ്റ് യൂണിയൻ ഇല്ലാതാക്കുന്ന സന്ദർഭത്തിൽ ഗോർബച്ചേവുമായി ഉണ്ടാക്കിയ കരാറാണ്. ആ കരാറ് പാലിച്ചോ? മുൻ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെ ഓരോന്നിനെ പിടിച്ചെടുത്ത് യൂറോപ്യൻ യൂണിയനിൽ ലയിപ്പിച്ച് നാറ്റോവിനെ റഷ്യയുടെ നേരെ കൊണ്ടുപോയി സ്ഥാപിച്ചു. അതിന്റെ ഭാഗമാണ് ഉക്രൈൻ യുദ്ധം. യുദ്ധത്തിന്റെ ഫലമെന്താ? യുദ്ധത്തിന്റെ ഫലമായി ഭീകരമായ വിലക്കയറ്റമാണ്. കാരണം ലോകത്ത് ഏറ്റവും ചെറിയ വിലയ്ക്ക് പെട്രോളിയം സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം റഷ്യയാണ്. ആ പെട്രോളിയം സാധനങ്ങൾ ആദായ വിലയ്ക്ക് കിട്ടുമ്പോഴാണ് യൂറോപ്പിന് അതിൻ്റെ ഊർജപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിയന്ത്രണം വെച്ചപ്പോൾ യൂറോപ്പ് വലിയ ഊർജ പ്രതിസന്ധിയിലായി. വലിയ വിലക്കയറ്റം യൂറോപ്പിനെ ആകെ ആ യുദ്ധത്തിന്റെ ഭാഗമായി ബാധിച്ചു. ഭക്ഷ്യധാന്യങ്ങൾ വലിയ തോതിൽ ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുകൊണ്ട രാജ്യമാണ് ഉക്രൈൻ. അവിടുത്തെ ഭക്ഷ്യധാന്യങ്ങളുടെ വിലവ് കൂടി നിന്നപ്പോൾ എന്താ സംഭവിക്കുക? വലിയ തോതിലുള്ള വിപരീത പ്രത്യാഘാതങ്ങൾ ആ യുദ്ധങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. ഈ യുദ്ധങ്ങളിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നതാരാ? അമേരിക്കൻ സാമ്രാജ്യത്വമാണ്, അമേരിക്കയുടെ താല്പര്യം. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. മാത്രമല്ല, ഈ യുദ്ധം വഴി തങ്ങളുടെ താല്പര്യങ്ങളും ലാഭവും അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഓരോ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളുമായി ബന്ധപ്പെടുത്തിയതാണ്. ഇപ്പോൾ ഒരു യുദ്ധത്തിൽ ഉപയോഗിച്ച ആയുധം അല്ല അടുത്ത യുദ്ധത്തിൽ ഉപയോഗിക്കുക. ഇറാഖ് 1 യുദ്ധത്തിൽ ഉപയോഗിച്ച ആയുധമല്ല ഇറാഖ് 2 യുദ്ധത്തിൽ ഉപയോഗിക്കുക. എന്ത് ചെയ്യും? ഈ ആയുധങ്ങൾ നവീകരിക്കും. ആദ്യം ബോംബിടുമ്പോൾ ആ ബോംബ് വീഴുന്നിടത്തെ ആൾ മരിക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ അടിയിൽ പോയി ഒളിക്കും. അതുകൊണ്ടാണ് രണ്ടാമതുണ്ടാക്കുന്ന ബോംബ് ക്ലസ്റ്റർ ബോംബാവുന്നത്. അടിയിൽ വെച്ചാൽ അവിടെ പോയി കൊല്ലും. മാറ്റാൻ ആള് പോയി ബോംബിടുന്നതിന് പകരം റോബോട്ട്, ഇത് നമ്മുടെ
മറ്റ് യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. ഡ്രോണുകൾ ഉപയോഗിക്കും. ഡ്രോൺ ഉപയോഗിച്ചുള്ള പുതിയ യുദ്ധം വളരെ സൗകര്യപ്രദമാണ്. ഒരാൾക്കൂട്ടത്തിൽ ഒരാളെ കൊല്ലാൻ കഴിയും. അങ്ങനെയാണ്, ഒരാൾക്കൂട്ടത്തിൽ ഒരാളെ കൊല്ലാൻ ആ സാങ്കേതിക വികസിപ്പിച്ചിരിക്കുക. പുതിയ തരത്തിലുള്ള ആയുധങ്ങൾ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. ഓരോ യുദ്ധം കഴിയുമ്പോഴും ഈ ആയുധങ്ങൾ ലോക കമ്പോളത്തിലേക്ക് വരിക. ആ ആയുധങ്ങൾ ഓരോ ഗവൺമെന്റുകളുടെയും മേലെ കെട്ടിയേൽപ്പിക്കുകയാണ്. ഈ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കുത്തക കമ്പനികളാണ്. അവരുടെ ലാഭത്തിനു വേണ്ടിയുള്ള യുദ്ധങ്ങൾ ഈ ഭൂമുഖത്തു നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യന്റെ ജീവൻ അവനെ കൊന്നൊടുക്കിക്കൊണ്ട് ലോക സാമ്രാജ്യത്വവും മുതലാളിത്തവും അവന്റെ ലാഭത്തിന്റെ പൊതി തീർക്കുകയാണ്. അവന്റെ സാമ്പത്തിക നയങ്ങളുടെ ഘടനാപരമായ കുഴപ്പത്തിന്റെ പരിമിതികളെ മുറിച്ചു കടക്കാൻ കഴിയാതെ മനുഷ്യനെ കൊല്ലുന്ന തരത്തിലേക്കുള്ള നിശംസതയിലേക്ക് ലോക സാമ്രാജ്യത്വം അതിന്റെ പ്രവർത്തനങ്ങളുടെ വഴി മാറ്റിയിരിക്കുന്നു. വല്ലാത്ത മാറ്റമാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഓരോ രാജ്യത്തിനകത്തും തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, വിലക്കയറ്റം, പട്ടിണി, സാമൂഹ്യ ദുരന്തങ്ങൾ. അതിനെങ്ങനെ ലോക സാമ്രാജ്യത്വം ഉപയോഗിക്കുന്നത്? ലോക സാമ്രാജ്യത്വം അതിനെ വലതുപക്ഷ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കും. അവർ ഈ കുഴപ്പങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കാലം വരുമ്പോൾ സാമ്രാജ്യത്വം ചെയ്യുന്ന ഒരു ജോലി നേരെ അതിൻ്റെ മുഖം മറ്റൊരു ദിശയിലേക്ക് തിരിച്ചു വിടും. ഈ ദാരിദ്ര്യം, ഈ പ്രശ്നങ്ങൾ, ഇത് മുഴുവൻ ഉണ്ടാവുന്നത് മറ്റുള്ള കുടിയേറ്റക്കാർ വരുന്നതുകൊണ്ടാണ്. കുടിയേറ്റക്കാർക്കെതിരെ തിരിച്ചു വിടും.